നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ന് റിയൽ ട്രേഡ് നമ്മൾ നടത്തുന്നില്ല. ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ മാക്സിമം ട്രേഡ് എടുക്കുക എന്നതാണ് ഇന്നത്തെ ദിവസം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇതാണ്: ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു. സപ്പോസ് 5 ട്രേഡ് അല്ലെങ്കിൽ 10 ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ എത്ര ശതമാനം വിന്നിങ് റേഷ്യോ നമുക്കതിൽ കിട്ടുന്നുണ്ട് എന്നതറിയുകയാണ് നമ്മളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ ക്വാണ്ടിറ്റി വെച്ചിട്ട് കുറച്ച് ഓർഡറുകൾ ഇടാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, NDPCയിൽ നമ്മൾ ഇതേ ഓർഡർ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ക്വാണ്ടിറ്റി ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ 2-3 സ്റ്റോക്കിൽ നമുക്ക് മിനിമം ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ BPCL. ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ട് ചാർട്ട് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. BPCL ഇന്നലെ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നതാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ അത് ബുള്ളിഷ് ഓർഡറായിട്ട് തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിൽ തന്നെ ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് ഓർഡർ ബൈ ചെയ്യുവാണ്. ക്വാണ്ടിറ്റി 1 ലിമിറ്റ് ഓർഡർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെൽ ഓർഡറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് നമ്മൾ അവിടത്തേക്ക് ഒരു സെൽ ഓർഡറും കൂടെ വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം നമ്മളൊരു അലർട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ONGCയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ അലർട്ട് വെച്ചത് ഹിറ്റ് ചെയ്താൽ അതറിയാനുള്ള സൗണ്ട് നമ്മൾ വെച്ചിട്ടില്ല, അതും കൂടെ ഒന്ന് വെച്ചിട്ട് വരാം. ഓക്കെ, അലർട്ടിൻ്റെ സൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നതാണ്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. വീണ്ടും ഇവിടെ വന്നാൽ നമുക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബൈ ഓർഡർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ONGC ലിമിറ്റ് ബൈ 50 ക്വാണ്ടിറ്റി കാണിക്കുന്നു, അത് നമ്മൾ മാറ്റുന്നു, ഒരു ക്വാണ്ടിറ്റിയിലേക്ക് സെറ്റ് ചെയ്യുന്നു, ബൈ ഓർഡർ ഇട്ടു. ഇതിവിടെ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു സെൽ ഓർഡറും കൂടെ ഇട്ട് വെക്കേണ്ടതുണ്ട്. അതർവൈസ് എവിടെയോ ഏതോ ട്രിഗർ ആയിട്ടുണ്ട്, ഏതാണെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരേണ്ടതുണ്ടോ. ഏതൊക്കെയോ ഓർഡർ കിട്ടിയതായിട്ട് ONGC BPCL. ഇവിടെ നിന്ന് ഒരു സെൽ ഓർഡറും കൂടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. 50 ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അത് സിംഗിൾ ക്വാണ്ടിറ്റി അവിടെ നിന്ന് സെല് ചെയ്യാൻ നമ്മൾ വെക്കുവാണ്. 2 സൈഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ സംഭവിക്കണമെന്ന് നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അതൊന്ന് പഠിച്ചേക്കാം. ഇനി HDFC ലൈഫിലും കൂടെ നമ്മളൊരു ഓർഡർ ഇടാൻ പോവാണ്. HDFC ലൈഫിൽ ഇവിടുന്ന് താഴത്തേക്കാണ് സെല്ല് ചെയ്യേണ്ടത്. ഇത് മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാൻ പാകത്തിൽ നിൽക്കുവാണ്. സോ ദാറ്റ് 42 ക്വാണ്ടിറ്റി എന്നുള്ളത് മാറ്റി ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്യുവാണ്. അത് പ്ലേസ് ആയത് കാണിക്കുന്നില്ല. നെറ്റ് സ്ലോ ആയതിൻ്റെതാണ്. ഇപ്പോഴാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ചധികം തള്ളിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, നമ്മളിത് പഠിക്കാൻ വേണ്ടി ചെയ്യുവാണ്. ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ നമുക്കത് അഫോർഡബിൾ ആണ്. നമുക്ക് കിട്ടിയേക്കുന്ന പ്രൈസ് 620.10 ആണ്. അപ്പോൾ 620.10 വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം.
0.5% സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസും കൂടെ വെക്കുകയാണ്. 623.20. ഫയേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ വെക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ 42 ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഒരു ക്വാണ്ടിറ്റി ആക്കി മാറ്റണം. അതിനുശേഷം നമ്മൾ ആ ബൈ ഓർഡർ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ കൂടെ പ്ലേസ് ചെയ്യുവാണ്. കുറച്ച് ഡിലേ കാണിക്കുന്നത് നെറ്റ് ഇവിടെ സ്ലോ ആയതിൻ്റെയാണ്. ഇനി 1:2 റിസ്ക് റിവാർഡ് നമുക്ക് താഴത്തേക്ക് ഓക്കെ 1:2 ഇവിടെയാണ് വരുന്നത്. അത് നമ്മൾ അതും കൂടെ ടാർഗറ്റും കൂടി ഇടുവാണ്. ഏതാണോ ഹിറ്റ് ചെയ്യുന്നത് അത് ആദ്യം അങ്ങ് ഹിറ്റ് ചെയ്തോട്ടെ. 613.85 ബൈ ലിമിറ്റ് ക്വാണ്ടിറ്റി 1. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സിപ്ലയിലും കൂടെ നമുക്കൊരു ഓർഡർ ഇട്ട് വയ്ക്കാം. സിപ്ലയിൽ ഒരു സൈഡിലേക്കും അത് ചെന്നിട്ടില്ല. അതിനകത്തൊരു പ്രശ്നം കൂടെ നമ്മൾ നേരിടുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അതർവൈസ് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. സോ ദാറ്റ് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇതിലേക്ക് തിരിച്ച് മാർക്കറ്റ് വരുന്നത് ഇപ്പോഴാണ്. ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് പോയാൽ ബൈ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അവിടെ ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡറായിട്ട് ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ് സ്ലോ ആണ്, കുറച്ച് സമയം എടുക്കും അതൊന്ന് പ്ലേസായി വരാൻ. ഇനി നിഫ്റ്റി 50 എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കിയിട്ട് വരാം. നിഫ്റ്റി 50 ഇന്നലത്തെ പോലെ തന്നെ റെസിസ്റ്റൻസ് എടുക്കുകയാണ്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ഇന്നലെ വെച്ചതാണ്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ അവിടെ ഇട്ട ഓർഡർ പ്ലേസ് ആയി എന്നാണ് തോന്നുന്നത്. അലർട്ട് വന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ്? സിപ്ല ഓർഡർ റിജക്റ്റ് ആണ് കാണിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സിപ്ലയിലിട്ട ഓർഡർ റിജക്റ്റ് ആയിട്ടുണ്ട്. പ്രൈസ് തള്ളിപ്പോയത് കൊണ്ടാവാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ നമ്മൾ ബൈ ഓർഡറാണ് എടുക്കുന്നത്. അത് മാർക്കറ്റിലെടുക്കാം. ഓർഡർ പ്ലേസ് ആയ സമയത്ത് അതിൻ്റെ പ്രൈസ് മിസ് ചെയ്തിട്ടുണ്ടാവാം. മാർക്കറ്റ് ഓർഡർ ഇട്ടപ്പോൾ അത് പ്ലേസായി. ഓക്കെ, ഇനി നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാം. ബൈ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡറാണ്. 496.25 496 496.25. ഓക്കെ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ വരേണ്ടത് 0.5%. 0.49% നമ്മൾ വെക്കുകയാണ്. 488.85. ബൈ ചെയ്തു. സെല്ല് സ്റ്റോപ്പ് ഒരു ക്വാണ്ടിറ്റി സെല്ല്. അതിപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് പോരുവാണ്. ആ ഓർഡർ ബ്ലോക്ക് അവിടെ വർക്ക് ചെയ്യുന്നോന്നോ ചെയ്യുന്നില്ല എന്നോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് സമയം എടുത്തേക്കും. വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓർഡർ സക്സസ്ഫുൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതിലൊക്കെയാണ് ഓർഡർ കിട്ടിയേക്കുന്നതെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം. ONGCയിൽ കിട്ടിയിട്ടുണ്ട്, HDFC ലൈഫിൽ കിട്ടിയിട്ടുണ്ട്, സിപ്ലയിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇട്ടേക്കുന്ന ഓർഡറുകൾ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ONGCയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് കുറച്ച്
ONGC ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഓർഡർ ബ്ലോക്കിലാണ് ഓർഡർ ഇട്ടേച്ച് സെൽ ഓർഡർ ഇട്ടു, താഴത്ത് ബൈ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇത് ടാർഗറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്കിനി സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. 242.90. $242.90 0.5% ആണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. 0.49. 244.10 നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടണം. 244.10 ഒരു ക്വാണ്ടിറ്റി സ്റ്റോപ്പ് ലോസ് ബൈ, നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ നമ്മൾ ഇടുവാണ്, ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് കാണിക്കുന്നു മാർക്കറ്റ്. പക്ഷേ അതൊന്നും കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലെവലിനും മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, അതർവൈസ് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ, ഇപ്പോൾ നമ്മൾ ഇന്ന് 3 ഓർഡറുകളാണ് നമുക്ക് ഇട്ടേക്കുന്നത്. പിന്നെ പ്ലേസ് ചെയ്തേക്കുന്ന 1-2 ഉണ്ട്, അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ കിടക്കുന്നുണ്ട്. ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, അതിനുശേഷം 2 റെഡ് ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് പോർന്നാലേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശരിയാവത്തുള്ളൂ. ഓക്കെ, 1:2 റിസ്ക് റിവാർഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിപ്ലയിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടുണ്ട്. 1:2 റിസ്ക് റിവാർഡ് നമ്മളിനി പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിന് മുന്നേയാണ്. നമ്മൾ 1:2 വെക്കുന്നുള്ളൂ, കൂടുതൽ എടുക്കുന്നില്ല. 1:2 റിസ്ക് റിവാർഡ് ഇതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിനകത്ത് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യോ ഇല്ല നോക്കിയിട്ട് പതുക്കെ പ്ലേസ് ചെയ്യാം. അപ്പോൾ 3 നമ്മൾ ഓർഡർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിട്ട മറ്റുള്ളതും കൂടെ നോക്കാം. NDPC ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് NDPCയിലെ ബൈ ഓർഡർ ആ ലെവലിലേക്ക് നമുക്ക് കയറ്റിയിടണം. ഇത് ഇനി തിരിച്ചിവിടെ വന്നാൽ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് അത് കിട്ടണം. അപ്പോൾ നമ്മളത് അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുവാണ്, 1 ക്വാണ്ടിറ്റി. ഓക്കെ, ഒപ്പം നമുക്കിനി നോക്കാനുള്ളൊരു കാര്യം, NDPC ഇന്ന് എത്ര ശതമാനം ഓൾറെഡി മൂവ് ചെയ്തു. 1.8 അത് മൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലുള്ളത് ഇവിടെയാണ്. ഓർഡർ എക്സിക്യൂട്ടഡ് ഏതോ ഒന്നിൽ കൂടെ ഓർഡർ കിട്ടി, ONGCയിലാണ്. അത് നമുക്കൊന്ന് നോക്കിയേക്കാം. ONGC നേരത്തെ കിട്ടിയതാണല്ലോ. സിപ്ലയുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയതാണ്. സിപ്ല ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട 4 എണ്ണത്തിൽ അല്ലെങ്കിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം ലോസ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം, ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളിതിന് എൻട്രി എടുക്കുന്നില്ല ഇതിനകത്ത്, പക്ഷേ ഇവിടുന്ന് ഹിറ്റ് ചെയ്ത് ഇത് റിവേഴ്സ് ആകുമോ, ഇങ്ങോട്ടേക്ക് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയാൽ മതി. ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കാത്തതിൻ്റെയാണ് ഇന്നിപ്പോൾ ഈ കാണുന്നത്. മുൻകൂട്ടി നമ്മളത് അടയാളപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നതിന് കാര്യങ്ങൾ. ഒപ്പം തന്നെ അദാനി പോർട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഒരെണ്ണം അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സെല്ല് അദാനി പോർട്ട് ഒരു ക്വാണ്ടിറ്റി. ലിമിറ്റ് ഇപ്പോൾ 5 ക്വാണ്ടിറ്റിയാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അത് മാറ്റി നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആക്കി സെല്ല്. അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെക്സ്റ്റ് കിട്ടേണ്ട വില 203.85 ആണ് നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത്. 0.5% കൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം. %5 വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അത് ഓർഡർ കിട്ടിയതിന് ശേഷമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതവിടെ കിടക്കട്ടെ. ഇനി BPCL നമ്മൾ ഓർഡർ ഇട്ടിരുന്നു. BPCL അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇവിടുന്ന് അത് റിജക്ഷൻ എടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ ഈ ലെവലിൽ നിന്ന് ഒരു ഓർഡറും കൂടി ഇട്ട് വെക്കാൻ പോവുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇങ്ങോട്ടേക്ക് വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ 1:2
1:2 അല്ല 1:2 എബോ അവിടെ കിട്ടാനുണ്ട്. സോ ദാറ്റ് നമ്മൾ അവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ഡേ ഹൈയിൽ നമ്മളത് വെക്കുവാണ്. സെല്ല് 1 ക്വാണ്ടിറ്റി, ലിമിറ്റ് പ്രൈസിൽ 1 ക്വാണ്ടിറ്റി. അവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്കത് കിട്ടും. അതിൻ്റെ സ്റ്റോപ്പ് ലോസും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, കാരണം അത് കിട്ടാൻ സാധ്യതയുണ്ട്. 294.95. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇട്ടേക്കുന്ന ഈ ഒരു ഓർഡറിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ 1:2 നമുക്കവിടെ അച്ചീവ് ആകും. ഏതോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അദാനി പോർട്ടാണ് കിട്ടിയേക്കുന്നത്. അദാനി പോർട്ടിൻ്റെ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം. സ്റ്റോപ്പ് ലോസ് വരുന്നത് 209.80 1209.80. നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. ബൈ സ്റ്റോപ്പ് ആണ് ഇടേണ്ടത്. അത് 1 ക്വാണ്ടിറ്റി ആണ് ഇടേണ്ടത്. 4 ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ടാർഗറ്റ് വരുമ്പോൾ പ്രീവിയസ് ഡേ ലോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അത് 1:3 വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് ടെസ്റ്റിംഗ് മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. സോ 1:2 നമ്മൾ വെക്കുന്നുള്ളൂ. എത്ര എൻട്രീസ് നമ്മൾ എടുത്തപ്പോൾ എത്ര എൻട്രി പ്രോഫിറ്റിലായി എത്ര എൻട്രി ലോസിലായി അത്ര മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്ന ബൈ ലിമിറ്റ് 1 ക്വാണ്ടിറ്റി. ഓക്കെ, അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1, 2, 3 സിപ്ലൈൻ കൂടെ കൂട്ടി 4, NTPC ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് 5, BPCL ഇട്ട് വെച്ചിട്ടുണ്ട് 6. ഈ 6 ട്രേഡ് ഇനി കൂടുതൽ ഇടുന്നില്ല. ഈ 6 ട്രേഡ് ഇന്ന് നമ്മൾ ലൈവ് പോകുവാണ്. ഈ 6 എണ്ണത്തിൽ ഓൾറെഡി ഒരെണ്ണം ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൽ എത്ര പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യും, എത്ര ലോസ് ഹിറ്റ് ചെയ്യും, അത് നമുക്കൊന്ന് ഇന്ന് കംപ്ലീറ്റ് കണ്ടു നോക്കാം. എന്തായാലും അടുത്ത ഏതെങ്കിലും ഓർഡർ ട്രിഗർ ആകട്ടെ, അതിന് ശേഷം ഞാൻ വരാം. അത്ര നേരം ഒന്ന് പോസ് ചെയ്യാം. ONGC നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി അവിടെ കിട്ടി. അത് നല്ല ബുള്ളിഷ് ആയിരുന്നു. ആ ഓർഡർ ബ്ലോക്കിനെയും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട്. ക്ലോസിങ് അതിന് മുകളിൽ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ അത് ചെന്നിട്ടുമുണ്ട്. മിക്കവാറും അതിലും സ്റ്റോപ്പ് ലോസ് കിട്ടും. അങ്ങനെയാണ് 2 എണ്ണം സ്റ്റോപ്പ് ലോസിലാകും. ഓക്കെ, നിലവിലിപ്പോൾ നിൽക്കുന്നത് മൊത്തം 1, 2, 3, 4 ട്രേഡ് റണ്ണിങ്ങിലുണ്ട്. അതിനകത്ത് ONGC സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തുണ്ട്. ബാക്കി ഇപ്പോൾ BPCL നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. BPCL ഇവിടെ വന്ന ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് നമ്മൾ ഇട്ടേക്കുന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ടാർഗറ്റ് 1:2 ഇത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതിനകത്ത് ചേഞ്ച് വരുത്തുന്നില്ല. 0.5% നമുക്കിനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. 296.45 നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്ന സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ 1 ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ അതും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതോ 1, 2 എണ്ണം എക്സിക്യൂട്ടഡ് ആയത് കാണിച്ചിട്ടുണ്ട്. അതായത് ONGCയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സിക്യൂട്ടായി. അപ്പോൾ നമ്മുടെ നെറ്റ് ലോസ് ഇന്നിപ്പോൾ 18 രൂപയിലേക്ക് കാണിക്കുന്നുണ്ട്. കുറച്ചധികം സാധനങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ ഓർഡർ ഇട്ടത് കേട്ടോ. അപ്പോൾ ONGC പോയി, അദാനി പോയി, പിന്നെ സിപ്ല ഓൾറെഡി പോയായിരുന്നു. നമുക്ക് ഓർഡർ ബുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഒരു പിടിയില്ല. ഫിൽഡ്, റിജക്റ്റഡ്, ONGC പോയായിരുന്നു. ONGC സെല്ല് ചെയ്തു. പിന്നെ HDFC ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
ONGC ഇവിടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി. ഓക്കെ, ഇത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി പോകാം. ഒരു ഇൻറ്റു മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് തെറ്റിയ അതാണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് അദാനി പോർട്ടാണ്. അദാനി പോർട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ടാർഗറ്റ് ഓർഡർ ഇട്ടേക്കുന്നത് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തു. ഇവിടെയും നമുക്കൊരു തെറ്റ് പറ്റിയതാണ്. ഓക്കെ, അടുത്തത് BPCL ആണ്. BPCL നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഡർ നിലനിൽക്കുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അതും ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതും സ്റ്റോപ്പ് ലോസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 3 നമ്മൾ ഓൾറെഡി കണ്ടു, സ്റ്റോപ്പ് ലോസ് ആണ്. 4ാമത്തെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോവുകയാണ്. അതും കൂടെ നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇനിയുള്ളത് NTPC കിടക്കുന്നുണ്ട്. NTPCയിൽ നമുക്ക് എൻട്രി കിട്ടിയില്ല, അത് അങ്ങ് പോവുകയാണ്. സോ ദാറ്റ് അവിടെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അതർവൈസ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിൽ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏതോ ഒരെണ്ണം അവസാനം കിടന്നിച്ച് ONGC ആണെന്ന് തോന്നുന്നു. ആ ONGCയെയും സ്റ്റോപ്പ് ലോസ്, ഏതോ ഒന്നിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ട്രിഗറായി. എല്ലാം കൂടി ഇട്ടത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം ഒരു കൺഫ്യൂഷനായി. BPCL ആണ്. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇട്ടതെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പരീക്ഷണം നടത്താൻ വേണ്ടി നമ്മൾ സീരിയസ്നെസ് ഇല്ലാതെ ചെയ്തപ്പോൾ എല്ലാം കുളമായി എന്ന് തന്നെ പറയാം. അതർവൈസ് നമ്മൾ ഇന്നലെ ഈ ചാർട്ട് നോക്കി ഓർഡർ ബ്ലോക്ക് മാർക്കിംഗ് നടത്തിയിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഒപ്പം തന്നെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ കാലത്തെ ഒന്ന് ഡൗൺ ട്രെൻഡ് കാണിച്ചു, അതിനുശേഷം നല്ല ബുള്ളിഷായി മാറിയിരിക്കുകയാണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ പ്രീവിയസ് ഡേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ചെറിയ ഒരു ഏരിയയിൽ നല്ലൊരു കൺസോൾട്ടേഷനാണ് നടത്തിയിരുന്നത് മാർക്കറ്റ്. സോ ദാറ്റ് ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഏരിയയാണ്, മാർക്കറ്റിന് നല്ല ലിക്വിഡേഷൻ കിട്ടുന്നു. സോ മാർക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ബുള്ളിഷ് ആകും നമ്മൾ എടുത്ത സ്റ്റോക്കുകളെല്ലാം. പക്ഷേ നമ്മൾ ഇട്ട ഇതെല്ലാം ഇപ്പോൾ ഇത് നമ്മൾ ഷോർട്ടാണ് ചെയ്തത്. NTPC വന്നു കഴിഞ്ഞാൽ അത് മാത്രമാണ് നമ്മൾ ബൈയിങ് പൊസിഷൻ ഇട്ടത്, അതാണ് നമുക്ക് കിട്ടിയതുമില്ല. അദാനി പോർട്ട് നമ്മൾ ചെയ്തത് ഷോർട്ടാണ്. BPCL നമ്മൾ ചെയ്തത് ഷോർട്ടാണ്. അപ്പോൾ ഈ ഷോർട്ട് ചെയ്തതെല്ലാം ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇതിൽ നമ്മൾ ചെയ്തത് ഷോർട്ടാണ്. പിന്നെ നമ്മൾ ചെയ്തത് HDFC ലൈഫ് ചെയ്തായിരുന്നു, അത് നമ്മൾ ചെയ്തത് ഷോർട്ടാണ്. അതിവിടെ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് അത് നല്ല 1:1 പ്രോഫിറ്റിലേക്ക് വന്നു. അതിന് ശേഷമാണ് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഓർഡർ ക്യാൻസൽ. പിന്നെ നമ്മൾ ചെയ്തത് HDFC ലൈഫ് വർക്കിംഗ് ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തു. നിലവിൽ വർക്കിംഗ് ഓർഡേഴ്സ് ഒന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട്. ഏതോ ഒരെണ്ണം NTPCയുടെ കിടക്കുന്നുണ്ട്. അപ്പോൾ NTPCയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. NTPCയിൽ ഇവിടെ സംഭവിച്ചേക്കുന്നത് അത് ഓർഡർ കിട്ടാൻ വേണ്ടി ഇട്ടതാണ്. ഇവിടെ നമുക്കിനി NTPCയിൽ ഒരു ട്രേഡ്, നമുക്ക് റിയൽ ട്രേഡ് ഒന്ന് എടുത്ത് നോക്കാം. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അത് നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നു, ഇന്നലെ കൺസോൾട്ടേറ്റ് ചെയ്തു, ഇന്നത് അപ് ട്രെൻഡിൽ പോകുന്നു. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. സോ ദാറ്റ് നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ മാർഗമുള്ളൂ. റിവേഴ്സൽ ട്രേഡിന് നമുക്ക് ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, അത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു ഏരിയ. ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഇല്ല കേട്ടോ, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ കണ്ടു കിട്ടാനില്ല. സോ ദാറ്റ് നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി എടുത്ത് മുകളിലേക്ക് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ വർക്ക് ചെയ്യും. ഇവിടെ ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്.
ഇത് കുറച്ചും കൂടെ മുകളിലേക്ക് നമുക്കൊന്ന് കയറ്റി വെച്ചേക്കാം. ഇപ്പോൾ അത് മൂവ് ചെയ്തേക്കുന്ന ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്നിടത്തു നിന്ന് 1% നിയർലി പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളൊന്ന് കൂട്ടി കൊടുക്കാൻ പോവാണ്. ക്വാണ്ടിറ്റി നമുക്കവിടെ എത്ര കിട്ടും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച്, കാരണം 19 രൂപയാണ് ലോസ് നിൽക്കുന്നത്, നമുക്ക് 3 രൂപ കിട്ടും. അപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി എടുത്താൽ 30 രൂപ നമ്മൾ പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ നമുക്കൊരു 20 ക്വാണ്ടിറ്റി നമ്മളവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇന്നത്തെ പ്രോഫിറ്റിൽ കവർ ചെയ്യുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് ഓർഡർ കിട്ടും. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടം വരെ പോകാവുന്നതാണ് മാർക്കറ്റിന്. നമ്മൾ 1:2 എക്സിറ്റ് എടുക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാം, കാരണം ഇന്ന് മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 340, 50, 0.5% സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. ടാർഗറ്റായിട്ട് 1:2. ഓക്കെ, ഡേ ഹൈയിൽ 1:2 ടാർഗറ്റും വരും. അപ്പോൾ നമുക്ക് 3 രൂപ 50 പൈസ ഇൻറ്റു 20, അപ്പോൾ ഒരു 70 രൂപ ഈ ലോസും കവർ ചെയ്ത് പ്രോഫിറ്റ് നമുക്ക് കാണിക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുവാണ്. ആ ടാർഗറ്റ് ട്രിഗർ ചെയ്തതിന് ശേഷം ഞാൻ അറിയിക്കാം. നാളത്തേക്കുള്ള മാർക്കറ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡായി ഇരിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് ഇന്നത്തെ ചാർട്ട് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. കാരണം നമ്മൾ ഈ കാണുന്ന മാർക്കിംഗ് എല്ലാം മുന്നിലത്തെ ദിവസങ്ങളിൽ ചെയ്തിരുന്നതാണ്. ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പുതിയ മാർക്കിങ്ങുകളൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാർട്ടിൽ ഒരു റീവർക്ക് നടത്തേണ്ടതുണ്ട്. ഇന്നലെ ഇത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തൊരു ഓർഡർ ബ്ലോക്കാണ്, പക്ഷേ അത് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ പുതുതായിട്ട് എന്താണോ മാർക്കറ്റ് കാണിച്ചിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി, അതായത് 1:2 റിസ്ക് റിവാർഡ് ഇവിടെ തരും. നമുക്കതും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ പിടിച്ചാൽ 1:2 റിസ്ക് റിവാർഡ് ഇത് സിംപ്ലി ഇന്ന് തന്നിട്ടുണ്ട്. 1:2 അല്ല 3ലേക്കും അത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ പക്ഷേ ആ ഹോംവർക്ക് ഇന്നലെ ചെയ്തില്ല. ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? മാർക്ക് കുറയും. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്നിപ്പോൾ നമ്മുടെ ഒരു ഓർഡറും കൂടെ ട്രിഗർ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ വന്നാൽ നമുക്ക് എൻട്രി കിട്ടും, അത് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ എടുത്ത സ്റ്റോക്കുകളിലെല്ലാം തെറ്റുപറ്റി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോക്കി കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടേക്കുന്ന ഒരു ഓർഡറാണ്. മാർക്കറ്റിൻ്റെ ട്രെൻഡും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം, പക്ഷേ ട്രെൻഡ് ഇപ്പോൾ റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഇതിലെന്താ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്കതൊന്ന് നോക്കിയേക്കാം. 75, 338, 75 നമുക്ക് ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടണം. നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ഓർഡർ സെല്ലാണ്. 20 ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ക്വാണ്ടിറ്റിയൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. അതിപ്പോൾ കാണിച്ച ക്വാണ്ടിറ്റി അപാര ക്വാണ്ടിറ്റിയാണ്. സോ 20 എണ്ണം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ഇടുവാണ്. ഇനി നമുക്ക് വേണ്ട ടാർഗറ്റാണ്. ആ ടാർഗറ്റ് നമ്മൾ തൽക്കാലം ഇവിടെയെങ്കിലും വെക്കുന്നില്ല. ടാർഗറ്റിൻ്റെ ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് അലർട്ട് വെക്കുന്നേ ഉള്ളൂ. 344 നമ്മളിവിടെ അലർട്ട് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ അലർട്ട് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ 1:1 നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യത്തേ ഉള്ളൂ. ടാർഗറ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ലെവലിലാണ്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 1:4 നമ്മൾ ടാർഗറ്റ് ചെയ്യും. അത് നമ്മളിന്ന് മാറ്റുന്നുണ്ടാവില്ല. നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ടാർഗറ്റ് 347, 50. ബൈ ആണ് നമ്മൾ ചെയ്തിരുന്നത്. സോ ദാറ്റ് ലിമിറ്റ് ഓർഡർ സെല്ല് 20 ക്വാണ്ടിറ്റി എല്ലാവരും പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. 20 ക്വാണ്ടിറ്റിയാണ്.
അത് കറക്റ്റ് ആക്കിയതിന് ശേഷം ഓർഡർ ഇടുക. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചു. നമ്മൾ ഓൾറെഡി ഇത്രയും ട്രേഡ് എടുത്തിട്ട് നെഗറ്റീവിലായിരുന്നു, അതിപ്പോൾ പോസിറ്റീവിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1:1, 1:2, 1:3 ഇത്രയും സംഭവങ്ങളൊന്ന് ഇതിനകത്തൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇതിവിടെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായി ഇത് മാറിയിട്ടുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ടാർഗറ്റിലേക്കൊന്നും പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഏരിയയിൽ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിലും ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടുള്ള ഏരിയയുമാണ്. സോ ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ മിസ് ചെയ്തങ്ങ് പോയതിന് ശേഷം തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് നിന്നേക്കുന്നത്. സോ ഇന്ന് നല്ല ബുള്ളിഷായിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്താൽ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കായി മാറാം. അതിനുള്ള കാരണം ഒന്ന് പറഞ്ഞേക്കാം. ഇന്ന് ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് 2.4% ആണ്. ഈ സ്റ്റോക്കിൻ്റെ ATR ഏകദേശം 3% താഴെയുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നിത് നടത്താവുന്ന ഒരു മൂവ്, സാധ്യമായൊരു മൂവ് അത് നടത്തി കഴിഞ്ഞു. ഇനി അത് ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവ് ഇന്ന് നടത്തിയാൽ മാത്രമേ നമ്മുടെ ടാർഗറ്റിലേക്കോ അല്ലെങ്കിൽ 1:4 വരേണ്ട കാര്യമുള്ളൂ. ഇന്നലെ ഇത് മൊത്തം നടത്തിയേക്കുന്ന മൂവ് 1.5% ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. 1:2 എന്ന് പറയുന്നത് ഇതാണ്. അതിലേക്ക് അധികം താമസിയാതെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1:4 തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. അതർവൈസ് ട്രയലും സ്റ്റോപ്പ് ലോസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് പോസ് ചെയ്യാം, അതിന് ശേഷം നോക്കാം. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ നെഗറ്റീവിലേക്ക് ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ അവിടെ തൊട്ട് മുകളിലേക്ക് നല്ല പുഷ് നമുക്ക് കിട്ടേണ്ടതാണ്. അതായത് ഈ ഫസ്റ്റ് ഹാൻഡിലിൻ്റെ ഹൈയിലേക്ക് വന്ന് അടിച്ചാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടുന്ന് നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിലനിൽക്കും. നമുക്ക് ടാർഗറ്റായിട്ട് 1:2 ഇവിടെ ഉണ്ട്. നമ്മളൊപ്പം തന്നെ ഇപ്പോൾ 1:1 അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, 1:3 അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ടാർഗറ്റായിട്ട് 1:4 ഓൾറെഡി പ്ലേസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന 1:2 എപ്പോഴാണ് ടച്ച് ചെയ്യുന്നത് ആ സമയം തൊട്ട് 1:1 മുകളിലേക്ക് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും. 1:1 എത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും ഇന്നത്തെ ദിവസം. ഓക്കെ, ഓൾറെഡി നമുക്ക് കിട്ടിയ 17 രൂപയോളം ലോസ് ഉണ്ട്. അത് പ്ലസ് ഇതിനകത്തെ പ്രോഫിറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരും. അപ്പോൾ ആ പ്രോഫിറ്റ് മിനിമം എടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. ഒപ്പം ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ചാർട്ടിൻ്റെ പുറത്ത് ഇന്നിപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലാത്ത ചാർട്ടാണെങ്കിൽ അതിൽ വന്നിരുന്നിട്ട് നേരെ പോയി നമ്മൾ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഇന്നലെ നമ്മൾ അതുപോലെ തന്നെ ഒരു ദിവസമായിരുന്നു. പ്രീവിയസ് ഡേ കുറച്ച് തിരക്കൊക്കെ കാരണം നമ്മൾ ചാർട്ടിൽ ഒരു പണിയും നടത്തിയിരുന്നില്ല. സോ ദാറ്റ് ഇന്നലെ ഫസ്റ്റ് എൻട്രി നമ്മൾ എടുത്തില്ല. 10:45 അതേ പ്ലേസിൽ വീണ്ടും മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അവിടെ വന്ന് റിജക്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എൻട്രി എടുക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ 9 മണിക്ക് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:15 ശേഷം വന്നിരുന്നിട്ടാണ് നമ്മൾ ചാർട്ടിൽ ഏരിയ കണ്ടെത്തിയതും. അതിനുശേഷം 10:45 അവിടെ വീണ്ടും എത്തിയപ്പോൾ അപ്പോൾ ആ ഏരിയ നമ്മൾ കണ്ടെത്തുമ്പോൾ ഓൾറെഡി മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് പോയിരുന്നു. വീണ്ടും ആ ഏരിയയിൽ പിന്നീട് 10:45 മാർക്കറ്റ് വരുന്നത്. ആ സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. സോ ദാറ്റ് വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ന് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാക്സിമം ഓർഡർ എടുത്താൽ എന്ത് സംഭവിക്കും അതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി വർക്കുകൾ നമ്മൾ തലേ ദിവസമേ നടത്തി വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഏതാണോ ഹിറ്റ് ചെയ്യുന്നത് അത് ഹിറ്റ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 1:2 മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ടച്ച് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഈ ചാർട്ടിൽ നമ്മൾ ഇന്നലെ വർക്ക് ചെയ്തിരുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്കുണ്ടാവത്തില്ല. ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് കാലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ നല്ല ബുള്ളിഷായിട്ട് ക്ലോസിങ് തന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ
ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കുറച്ച് മുമ്പും കൂടെ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ബുള്ളിഷായിട്ട് അങ്ങ് പോയത് കൊണ്ടിട്ടാണ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആകാനും, അങ്ങനെയാണെങ്കിൽ ഇതിൽ വന്ന് തിരിച്ച് ഹിറ്റ് ചെയ്ത് ലിക്വിഡിറ്റി എടുത്തിട്ട് വേണം മാർക്കറ്റിന് തിരികെ പോകാൻ. അതുകൊണ്ടിട്ടാണ് മാർക്കറ്റ് വന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:1 ഓൾറെഡി മാർക്കറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 1:1. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വന്ന പോയിൻ്റ് ഇതൊന്നുമല്ല. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും എന്ന് നമുക്ക് ഇന്നലത്തെ ഓർഡർ ബ്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുമായിരുന്നു. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നുണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് അങ്ങ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതിൽ ഹിറ്റ് ചെയ്യുന്നത് കുറച്ചധികം നേരത്തിന് ശേഷമാണ്. ഇവിടെ നമ്മൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതൊരു ഓർഡർ ബ്ലോക്കാണ്. അത് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്തതാണ് ആക്ച്വലി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തതെങ്കിലും ഇനി അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫസ്റ്റ് ക്യാൻഡിൽ വന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്താൽ ഇവിടുന്ന് നല്ലൊരു മികച്ച എൻട്രി, അതിനേലും നല്ലൊരു എൻട്രി നമുക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്ന്. ഇനി ഇതിൻ്റെ ലോവർ സൈഡിൽ നിന്ന് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് നോക്കാൻ പറ്റുമോ എന്നും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്കങ്ങനെ ഒരെണ്ണം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയിലെ ഈ ഒരു ചെറിയ ഓർഡർ ബ്ലോക്ക്. അത് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് ഇത് താഴത്തേക്ക് വന്നപ്പോൾ ഈ ഒരു റെഡ് വോളിയം ഇന്നത്തെ ഹൈ വോളിയമാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിലെ വോളിയം വന്നേക്കുന്നത് 593K ആണ്. രണ്ടാമത്തെ ക്യാൻഡിലെ വോളിയം വന്നേക്കുന്നത് 622K ആണ്. ഇനി ഈ റെഡ് ക്യാൻഡിലിലെ വോളിയം വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 624 ആണ്. അതായത് ഡേ ഹൈ വോളിയം വന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ, ഈ റെഡ് ക്യാൻഡിലും ഈ വോളിയം കൂടെ കാണുമ്പോൾ ഹ്യൂജ് സെല്ലിംഗ് നടന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ആക്ച്വലി ഹ്യൂജ് സെല്ലിംഗ് അല്ല അവിടെ നടന്നേക്കുന്നത്. ഈ ക്യാൻഡിലിൻ്റെ, അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹ്യൂജ് ബൈയിങ് ആണ് നടന്നേക്കുന്നത്. അത് പ്രൈസ് താഴത്തേക്ക് വന്നാൽ മാത്രമേ ബൈ ചെയ്യത്തുള്ളൂ. ലിമിറ്റ് ഓർഡറാണ് അവിടെ നടന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ട്രിഗറായി ബൈയിങ് ആണ് നടന്നേക്കുന്നത്. അതുകൊണ്ടാണ് ക്യാൻഡിൽ റെഡ് ആവുകയും ചെയ്തു. ഒപ്പം വോളിയം ഇന്നത്തെ ഡേ ഹൈ വോളിയവും വന്നു. ഓക്കെ, അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായി ഇവിടെ ഹ്യൂജ് ബൈയിങ് നടന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകണം. അടുത്ത ക്യാൻഡിലും അവിടെ ഒന്ന് മടിച്ചു നിന്നു. നെക്സ്റ്റ് ക്യാൻഡിലിൽ നല്ല മൂവ് തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് നമ്മുടെ 1:2 കവർ ചെയ്ത് മുകളിലേക്ക് പോകാം. കാരണം വോളിയം നല്ലപോലെ വരുന്നുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് കൂടുതൽ വോളിയം ഇന്നുണ്ട്. വോളിയം ഉണ്ടെങ്കിൽ പ്രൈസിന് മൂവ് ചെയ്യാം. അങ്ങനെയാണ് 1:4 ഇന്ന് മേ ബി അച്ചീവ് ചെയ്യപ്പെട്ടേക്കാം. 1:2 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യും 1:1ലേക്ക്. അപ്പോൾ ഇനി കുറച്ചധികം നേരത്തിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം. 1:2 ഒക്കെ ടച്ച് ചെയ്ത് കഴിയട്ടെ, ട്രയലിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് നോക്കാം. അത് പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ പോയിൻ്റ് ഒരു ഓർഡർ ബ്ലോക്കായി ഒരു പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ടാവാം, നമുക്കറിയത്തില്ല. കാരണം ഇവിടെ ഹ്യൂജ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹ്യൂജ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ വന്ന് വീണ്ടും മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ 1:2 കവർ ചെയ്ത് പോകാനുള്ള സാധ്യത മാർക്കറ്റിന് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യണം, 1:1 എക്സിറ്റ് എടുക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഈ താഴത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മുകളിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അത് തമ്മിലുള്ള അകലം മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ 1% ചേഞ്ചും ഉണ്ട്. സോ ദാറ്റ് ഈ 1% ചേഞ്ച് ഒരു നല്ല ചേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓർഡർ ബ്ലോക്കും ഇനി ഇന്നത്തെ ദിവസം വേണമെങ്കിൽ ഒരുപക്ഷെ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് ഇനി ഈ സ്റ്റോക്ക് ഇതിനുള്ളിൽ സൈഡ് വേസ് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല, സാധ്യതകളുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. കണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് കുറച്ച് പറയാനുള്ള നല്ല കാര്യങ്ങൾ വരുന്നതായി തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് വീണ്ടും, അതായത് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നത്തെ ഹയസ്റ്റ് വോളിയം വന്നിട്ടുണ്ട് 953K വോളിയം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് അങ്ങോട്ട് പുഷ് ചെയ്യുന്നു എന്ന തോന്നലിൽ കുറച്ചധികം ബൈയിങ് ഇവിടുന്ന് മുകളിലേക്ക് നടന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ, അതായത് ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്യാൻഡിൽ വന്ന്. ആ ഹിറ്റ് ചെയ്ത പോയിന്റിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഹ്യൂജ് സെല്ലിങ്ങും അവിടെ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ വോളിയം അത്ര ഇരട്ടി അധികം വോളിയം ഇന്ന് ഇപ്പോൾ ആ ഒരു ക്യാൻഡിലിൽ വന്നേക്കുന്നത്. സോ ദാറ്റ് ഇതും ഒരു ഓർഡർ ബ്ലോക്കായി മാറുന്നു എന്നതാണ് നമ്മളുടെ ഒരു കണക്ക് കൂട്ടൽ. അതിന് ശേഷമുള്ള ക്യാൻഡിലിൽ നോക്ക്, നല്ല പോലെ അത് റെഡല്ല കാണിച്ചേക്കുന്നത്, ഗ്രീൻ ആണെങ്കിൽ പോലും ആക്ച്വലി അവിടെ സംഭവിച്ചേക്കുന്നത് നല്ല സെല്ലിംഗ് ആണ്. അത് ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളിപ്പോൾ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുന്നില്ല, ഒരിടയ്ക്ക് നമ്മൾ നോക്കിയിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അവിടെ സെല്ലിംഗ് ആണോ ബൈയിങ് ആണോ നടന്നേക്കുന്നത് എന്നുള്ളത് കൃത്യമായി കാണിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഒരു ട്രേഡും, നമ്മളുടെ ലാസ്റ്റ് ട്രേഡ് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി എടുത്തിരുന്നു, അതും സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 1:1 ഇവിടെ നമ്മൾക്കത് ഹിറ്റ് ചെയ്തിരുന്നതാണ്, പക്ഷേ 2 വന്നിരുന്നില്ല. നമ്മളപ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതവിടെ ഹിറ്റ് ചെയ്തപ്പോൾ റിജക്റ്റായി. ഓക്കെ, അതേപോലെ ഇതാണ് പിന്നത്തെ താഴത്തെ ഉള്ള ഓർഡർ ബ്ലോക്ക്, അതായത് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഏതാണ്ട് ഈ ഭാഗം വരെ ആ ഒരു ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇട്ടേക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രം ഇവിടെ അടയാളപ്പെടുത്തി വെക്കുവാണ്. അപ്പോൾ നാളത്തേക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എല്ലാ ട്രേഡും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിൻ്റെ കാരണം നമുക്കിവിടെ ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുത്തപ്പോൾ തന്നെ അതിനെ സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഒരു മൂവ് നടത്തി. അതിന് ശേഷം ഇത് റിവേഴ്സായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സൈഡ് വേസ് മാർക്കറ്റ് പോവുകയാണ്. മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ മാർക്കറ്റാണ്. സോ ഇന്നിപ്പോൾ നമ്മളെടുത്ത ഈ ഒരു സ്റ്റോക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ പാറ്റേണിലുള്ളൊരു മൂവാണ്. നമുക്കറിയാം എല്ലായ്പ്പോഴും നമ്മളെടുക്കുന്ന ട്രേഡുകളെല്ലാം കൂടെ പോയിട്ട് സക്സസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒപ്പം ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സൈഡിലേക്ക് എടുത്താലും 0.5% ഈ ഓർഡർ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തള്ളിയിട്ടുണ്ട്. സോ ഏത് സൈഡ് എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും. ഒപ്പം ടാർഗറ്റ് കിട്ടുന്നുമില്ല. ഇനി BPCLലേക്ക് വന്നാലും കാഴ്ചകൾ വ്യത്യസ്തമൊന്നുമല്ല. ഇങ്ങോട്ട് എടുത്താലും ടാർഗറ്റ് കിട്ടുന്നില്ല, അതേപോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അങ്ങോട്ട് എടുത്താലും അത് തന്നെ സംഭവിക്കും. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തിരുന്നെങ്കിലും ഇതാണ് സംഭവിക്കാവുന്നത്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഇത്തിരി വോളാട്ടൈലായി. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഇവിടുന്ന് എടുത്തിരുന്നെങ്കിൽ ക്ലിയർലി നല്ലൊരു റിസ്ക് റിവാർഡ് തന്നെ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് കണ്ടില്ല ഒന്നാമത്, പിന്നെ കഴിഞ്ഞ ദിവസം അത് അടയാളപ്പെടുത്തി വെച്ചിരുന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ട്രേഡ് മിസ്സായി. എനിവേ, നമ്മളിപ്പോൾ 7 ദിവസം ട്രേഡ് ചെയ്തതിൽ നമുക്ക് 5 ദിവസവും പ്രോഫിറ്റാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് NTPC ഇട്ടിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇന്ന് ആക്ച്വലി നമ്മൾ ലൈവ് ട്രേഡ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലോസ് വരുന്നത്, ഇന്ന് നമ്മൾ ലോങ് എൻട്രി ആണ് എടുത്തത്. ലോസ് വരുന്നത് 54 രൂപ. ഓക്കെ, നമ്മൾക്ക് കൊടുക്കാവുന്ന കണക്കിനുള്ളിൽ മാത്രമേ നമ്മൾ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിയപ്പോഴും കൊടുത്തിട്ടുള്ളൂ. ട്രേഡ് ലോസാണ്. അപ്പോൾ ഈ ലാസ്റ്റ് 8 ദിവസത്തിൽ 2 ദിവസം മാത്രമേ നമുക്ക് ലോസ് കിട്ടിയിട്ടുള്ളൂ. സ്റ്റിൽ ഈ ലോസ് വന്നപ്പോൾ പോലും നമ്മൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റിലാണ് ഉള്ളത്. ഇതിനകത്ത് അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ഈ മന്ത് പ്രോഫിറ്റിലാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ലോസ് വന്നേക്കുന്നത് -0.5% അത്രയും വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും. ഓക്കെ,
അപ്പോൾ ഇന്ന് മൾട്ടിപ്പിൾ ട്രേഡ് നമ്മൾ എടുത്തു. വളട്ടൈൽ മാർക്കറ്റായിരുന്നു. നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് സത്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 2 ട്രേഡുകൾ സൈമിൾട്ടേനിയസ്ലി 2 ട്രേഡ് നമുക്ക് എടുത്തുകൊണ്ട് ഒന്ന് നോക്കാം. കാരണം ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കോൺഫിഡൻസ് കൂട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി 50% ആയിട്ട് കുറച്ചുകൊണ്ട് 2 ട്രേഡുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതേ റിസ്ക് റിവാർഡിൽ അല്ലെങ്കിൽ ഇതേ സ്റ്റോപ്പ് ലോസ് എമൗണ്ടും ടാർഗറ്റ് എമൗണ്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.